أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قالت الملائكة يا مريم إن الله اصطفاك واصطفاك على نساء العالمين. يا مريم اقنتي لربك واسجدي واركعي مع الراكعين. ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ يلقون أقلامهم أيهم يكفر مريم وما كنت لديهم إذ يختصمون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലുടനീളം അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. സൂറത്ത് ആലി ഇംറാൻ 42, 43, 44 മൂന്നായത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയായ മറിയം റളിയല്ലാഹു തആല അൻഹയോട് മലക്കുകളിലൂടെ ബോധനം നൽകുകയാണ്. وَإِذْ قَالَتِ الْمَلَائِكَةُ يَا മറിയം, നബിയെ മലക്കുകൾ പറഞ്ഞ സന്ദർഭം ഒന്ന് ഓർക്കുക. യാ മറിയം, യേ മറിയമേ, ഇന്നല്ലാഹ അസ്തഫാകി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വതഹറകി, മാത്രമല്ല നിന്നെ വിശുദ്ധയാക്കിയിരിക്കുകയാണ്. വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, ലോകത്തിലെ മറ്റേത് സ്ത്രീകളെക്കാളും വിശിഷ്ടവും അതുപോലെ തന്നെ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ജൂതന്മാർ മറിയം റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് അവർ പറഞ്ഞു, അവർ വ്യഭിചരിച്ചവരാണെന്ന് പറഞ്ഞു. വഹിയ സാനിയ, വ്യഭിചരിച്ച സ്ത്രീയാണ് എന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞു വരുത്തി. മറിയം റളിയല്ലാഹു തആല അൻഹയുടെ മരണം വരെ അവരുടെ പരിശുദ്ധിയെ അവര് സംശയത്തിലാക്കി തീർത്തു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹിതമായ 3 സ്ഥാനമാണ് മറിയം റളിയല്ലാഹു തആല അൻഹയ്ക്ക് നൽകിയത് ലോകത്ത്. ഒന്നാമത്തത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തിരഞ്ഞെടുത്തു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറു നിസാഇ റക്ബിനൽ ഇബില നിസാഉ ഖുറൈശ്, ഒട്ടകപ്പുറത്ത് കയറി സഞ്ചരിച്ച ഒട്ടകപ്പുറത്ത് കയറി യാത്ര ചെയ്ത സ്ത്രീകളിൽ ഏറ്റവും ഉത്തമരായ സ്ത്രീകൾ നിസാഉ ഖുറൈശ്, അത് ഖുറൈശികളായ സ്ത്രീകളാണ്. എന്നാൽ വലം തർഖുബ് മറിയം ബിൻത് ഇമ്രാൻ, ഇമ്രാന്റെ പുത്രിയായ മറിയം റളിയല്ലാഹു തആല അൻഹ ഒരിക്കലും ഒട്ടകത്തിന്റെ പുറത്ത് അവർ യാത്ര ചെയ്തിട്ടില്ല. പക്ഷേ ഭൂമി ലോകത്ത് അവർ ഏറ്റവും ഉയർന്ന സ്ത്രീകളിൽപ്പെട്ടവരാണ്.
മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഖൈറു നിസാഇഹാ മറിയം ബിൻത് ഇമ്രാൻ. സ്ത്രീകളിൽ ഏറ്റവും ഉന്നതവരായ സ്ത്രീ ഇമ്രാന്റെ മകളായ മറിയം റളിയല്ലാഹു തആല അൻഹയാണ്. വഖൈറു നിസാഇഹാ ഖദീജ ബിൻത് ഖുവൈലിദ്. സ്ത്രീകളിൽ മറ്റ് ഏറ്റവും ശ്രേഷ്ഠമായ ഖൈറായ മറ്റൊരു സ്ത്രീ ഖുവൈലിദിന്റെ മകളായ ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, ഹസ്ബുക മിൻ നിസാഇൽ ആലമീന മറിയം ബിൻത് ഇമ്രാൻ. ലോകത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ഉന്നതയായ സ്ത്രീ അത് മറിയം റളിയല്ലാഹു തആല അൻഹയാണ്. രണ്ട്, ഖദീജ ബിൻത് ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകളായ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. മൂന്നാമത്തത് ഫാത്തിമ ബിൻത് മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമയാണ്. ആസിയ ബിൻത് ഫിർഔൻ, ഫിർഔന്റെ ഭാര്യയായ ആസിയ റളിയല്ലാഹു തആല അൻഹയാണ്. ഈ ഹദീസിൽ 4 സ്ത്രീകളെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളുടെ പദവികളുടെ വിഷയത്തിൽ പുകഴ്ത്തി പറഞ്ഞത് ഈ 4 പേരെയാണ്. ഒന്ന് മറിയം റളിയല്ലാഹു അൻഹ, 2 നബിതങ്ങളുടെ തന്നെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ, 3 നബിതങ്ങളുടെ മകളായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, 4 ഫിർഔനിന്റെ ഭാര്യയായ ആസിയ റളിയല്ലാഹു തആല അൻഹ. ഇവരാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീകൾ, ഉന്നതരായ സ്ത്രീകൾ. രണ്ടാമത്തത് അള്ളാഹു പറഞ്ഞു, മറിയം റളിയല്ലാഹു തആല അൻഹയെ പറഞ്ഞു, വതഖറക്കി, അങ്ങ് വിശുദ്ധയാണ് മറിയം, നീ വിശുദ്ധയാണ്. ഈ ജൂതന്മാര് പറയുന്നത് പോലെ നീ വിഭജിച്ച മോശപ്പെട്ട ഒരു സ്ത്രീയല്ല, നീ വിശുദ്ധയാണ്. വതഖറക്കി, അള്ളാഹ് നിന്നെ വിശുദ്ധയാക്കിയിരിക്കുന്നു. 2. മൂന്നാമത്തത് വസ്തഫാക്കി അലാ നിസാഇൽ ആലമീൻ, ലോകത്തിലെ സകല സ്ത്രീകളെക്കാളും അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് യാ മറിയം, ഏ മറിയമേ, ഉഖ്ബുതി ബിറബ്ബികി, നീ നിന്റെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട്, തഖ്വ ചെയ്തുകൊണ്ട്, സൂക്ഷിച്ചുകൊണ്ട് നീ ജീവിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അവര് സുഹുദുള്ളവരായിരുന്നു, ദുനിയാവിനോട് വിരക്തിയുള്ളവരായിരുന്നു. ദുനിയാവിന്റെ അലങ്കാരത്തിനോടോ അതുപോലെ തന്നെ ആർഭാടത്തിനോടോ ഇതിനോടൊന്നും ഒരു താല്പര്യമുള്ളവരായിരുന്നില്ല. മറിച്ച് എല്ലാ സമയങ്ങളിലും അല്ലാഹുവിന് ഇബാദത്തിൽ മുഴുകി ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടെ അവർ ജീവിച്ചവരായിരുന്നു. കാരണം അവരോട് മാത്രമായി അല്ലാഹുവിന്റെ കൽപ്പനയാണ്, യാ മറിയം ഉഖ്ബുതി ലി റബ്ബികി, നിന്റെ റബ്ബിനോട് നീ തഖ്വ ചെയ്തുകൊണ്ട് ജീവിച്ചു കൊള്ളണം. പിന്നെയോ മസ്ജിദുൽ അഖ്സായുടെ ചാരത്ത് പ്രത്യേകമായ ഒരു റൂമിലാണ് നീ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വസ്ജുദി വർകഈ മഅ റാക്കിഈൻ, അവിടെ മസ്ജിദുൽ അഖ്സായിൽ നമസ്കാരം നടക്കും. അതുകൊണ്ട് അവരോടൊപ്പം നീ റുകൂഉം സുജൂദും ചെയ്ത്, അഥവാ അവരുടെ ജമാഅത്തിനോടൊപ്പം ചേർന്ന്, സംഘമായി ചേർന്ന് നീ നിസ്കരിക്കണം, നിന്റെ റൂമിൽ നീ നിസ്കരിക്കണമെന്ന് പറഞ്ഞു. വസ്ജുദി, നീ സുജൂദ് ചെയ്യ്, വർകഈ മഅ റാക്കിഈൻ, ജമാഅത്ത് നിസ്കാരത്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിലേക്ക് വരുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ്, ഇത് സംഭവമാണ്, ഇത് നബിതങ്ങൾക്ക് അറിയില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദാലിക മിൻ അംബാഇൽ ഗൈബി നൂഹീഹി ഇലൈക, ഓ നബിയെ, താങ്കൾക്ക് ബോധനം നൽകാത്ത അഭൗതികമായ ഒരു വിവരത്തിൽ കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് മറിയം റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾക്ക് നാം ഇതാ പറഞ്ഞു തന്നത്. ഇത് താങ്കൾ അറിഞ്ഞിട്ടില്ല. താങ്കൾക്ക് മുമ്പ്, താങ്കൾ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നുപോയ ഒരു സംഭവമാണ്. ആ സംഭവത്തെ നാം ഇതാ താങ്കൾക്ക് അറിയിച്ചു തരികയാണ്. വമാ കുൻത ലദൈഹിം ഇദ് യുൽഖൂന അഖ്ലാമഹും അയ്യുഹും യക്ഫുറു മറിയം. മറിയം റളിയല്ലാഹു തആല ജനിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മ കൊണ്ടുപോയി, ഹന്നത്ത് ബീവി കൊണ്ടുപോയി മസ്ജിദുൽ അഖ്സായിൽ കൊണ്ടുപോയി ഖിദ്മത്തിന് വേണ്ടി നേർച്ചയാക്കി കൊടുത്തു, തിരിച്ചു വന്നു.
പിന്നീട് ആ കുട്ടിയുടെ സംരക്ഷണം ആര് ഏറ്റെടുക്കണം എന്ന വിഷയത്തിൽ വലിയ തർക്കമുണ്ടായി, വലിയ മത്സരമുണ്ടായി. പല സമുന്നതരായ ആളുകളും മുന്നിട്ട് വന്നു, പലരും തർക്കമുന്നയിച്ചു. കുടുംബക്കാർ വന്നു, അവര് പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്, അതുകൊണ്ട് ഈ കുട്ടിയെ സംരക്ഷിക്കാനുള്ള ചുമതല ഞങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞു. ചിലര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടിൽ വലിയ സ്ഥാനവും മാനവും ഉള്ളവരാണ്, വലിയ കുടുംബ മാഹാത്മ്യമുള്ളവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു തർക്കമുണ്ടായി. പള്ളിയുടെ മുറ്റത്ത്, മസ്ജിദുൽ അഖ്സായുടെ മുറ്റത്ത് വലിയ തർക്കമുണ്ടായി. ആളുകൾ ഇവരുടെ സംരക്ഷണ വിഷയത്തിൽ തർക്കമുണ്ടായി. ഈ തർക്കമുണ്ടായ സമയത്ത് അള്ളാഹുവിന്റെ തീരുമാനം വന്നു. എന്താ തീരുമാനം? അന്ന് അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായാൽ അവരെന്ത് ചെയ്യും? അവരവരുടെ നാരായം എറിയുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവരുടെ എഴുതാൻ ഉപയോഗിക്കുന്ന ആണിയെ നിലത്തിലേക്ക് ഇടുക. അതിൽ ആരുടെ പേരാണോ വരുന്നത് അവരാണ് സംരക്ഷണ ചുമതല. ഇങ്ങനെ അവരുടെ എഴുത്താണികൾ എറിഞ്ഞു. മറിയമിനെ ആരാണ് സംരക്ഷിക്കേണ്ടത് എന്ന വിഷയത്തിൽ അവരുടെ എഴുത്താണികളെ അവർ എറിഞ്ഞു. ആ എറിഞ്ഞ സമയത്ത് നബിയെ അവര് പള്ളിമുറ്റത്ത് തർക്കിച്ചുകൊണ്ടിരുന്നപ്പോഴും അവര് തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോഴും അഥവാ മറിയമിനെ സംരക്ഷണ ചുമതല ആര് ഏൽക്കണമെന്ന് അവർ നറുക്കിട്ടപ്പോഴും താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല. താങ്കളന്ന് ജനിച്ചിട്ട് പോലുമില്ല. താങ്കളന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. ആ രഹസ്യം, ആ നടന്ന സംഭവം താങ്കൾക്ക് നാം പിൽക്കാലത്ത് അറിയിച്ചു തരികയാണ്. എന്തിനാണ് അള്ളാഹു ഈ സംഭവം പറഞ്ഞു കൊടുത്തത്? തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നജ്റാനിൽ നിന്ന് 79 പേരടങ്ങുന്ന ക്രൈസ്തവ പുരോഹിതന്മാരും ബിഷപ്പുമാരും അടക്കുന്ന വലിയൊരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നജ്റാൻ എന്ന പൂർണ്ണമായും ക്രിസ്തീയ ആധിപത്യത്തിന് കീഴിലാണ്, ക്രിസ്തീയ ഭരണത്തിന് കീഴിലാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി, സംവാദത്തിന് വേണ്ടി മദീനയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ മദീനയിലേക്ക് അവർ വരുമ്പോ ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഈ സംഭവ ചരിത്രങ്ങളെ വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന് തെളിവായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തതാണ്. കാരണം ഇത്തരം സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുമായി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് തോന്നിപ്പോകും, ഇതെങ്ങനെ മുഹമ്മദ് അറിഞ്ഞു? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ വിഷയം മുഹമ്മദ് എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പോ മുഹമ്മദ് സാധാരണ മനുഷ്യനല്ല. അദ്ദേഹം വാദിക്കുന്നത് പോലെ അദ്ദേഹം പ്രവാചകനാണ്, അദ്ദേഹത്തിന് ദിവ്യബോധനം കിട്ടിയിട്ടുണ്ട് എന്ന് അവര് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ ഈ സംഭവത്തെ പരിശുദ്ധമായ വഹയിലൂടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നാരായണം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ നറുക്കിട്ടു. നറുക്ക് വീണത് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിലാണ്. അങ്ങനെയാണ് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മറിയമിനെ സംരക്ഷണ ചുമതല കിട്ടുന്നത്. മറിയമിന്റെ കുടുംബ ബന്ധു കൂടിയാണ് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ജൂതന്മാർ കൊന്നുകളഞ്ഞ 2 പ്രവാചകന്മാരാണ് പിതാവും പുത്രനും, അഥവാ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമും യഹിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ 2 പ്രവാചകന്മാരെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ, ജൂതന്മാർ കൊന്നുകളഞ്ഞ 2 പ്രവാചകന്മാരാണ് ഇവർ 2 പേരും. നേരത്തെ 4 സ്ത്രീകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പറ്റി പ്രത്യേക പരാമർശം വന്നിട്ടുണ്ട്, ഹദീസിന്റെ കിതാബുകളിൽ വന്നിട്ടുണ്ട്. മുആവിയ ബിൻ ഖുറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് കേട്ടതായിട്ട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇബ്നു ജരീർ റഹ്മഹുമുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 4 സ്ത്രീകളെ പറഞ്ഞിട്ട് 5ാമത് പറഞ്ഞു ഫദ്ലു ആയിഷ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ശ്രേഷ്ഠത അലൻ നിസാ, മറ്റ് സ്ത്രീകളെക്കാൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ശ്രേഷ്ഠത കഫദ്ലി തരീദി അലാ സാഇരി തുആം, മറ്റ് ഭക്ഷണങ്ങളെക്കാൾ തരീദ് എന്ന് പറയുന്ന ആ ഭക്ഷണത്തിന് എത്ര പ്രാധാന്യമാണോ സ്ഥാനമാണോ ഉള്ളത് അതേപോലുള്ളൊരു മഹത്വം ആയിഷയ്ക്ക് ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഭക്ഷണമാണ് തരീദ് എന്ന് പറയപ്പെടുന്നത്.
ഞാൻ പലപ്പോഴും നമ്മുടെ റമദാനിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. സരീദ് എന്ന് പറയപ്പെടുന്ന അറബികൾക്കൊന്ന് വലിയ പ്രിയമാണ് സരീദ് എന്ന് പറയപ്പെടുന്ന, അതായത് മധുരവും നെയ്യും ഇറച്ചിയും മാവും ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കപ്പെടുന്ന ഒരു തരം ഭക്ഷണമാണ് സരീദ് എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ സ്ഥാനം മറ്റു ഭക്ഷണങ്ങളെക്കാളെല്ലാം വലിയ സ്ഥാനമാണ് അതിനുള്ളത്. എന്നതുപോലെയാണ് മറ്റു സ്ത്രീകളെക്കാൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് പ്രത്യേകമായ സ്ഥാനവും മഹത്വവും ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 5 വനിതകൾ, ഒന്ന് പറയും മറിയം റളിയല്ലാഹു തആല അൻഹ, 2 ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, 3 ഖദീജ റളിയല്ലാഹു തആല അൻഹ, 4 ആസിയ റളിയല്ലാഹു അൻഹ, 5 ആയിഷ റളിയല്ലാഹു തആല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.